വെൽക്കം ടു മുത്തശ്ശി മീഡിയ. ഇന്ന് നമ്മുടെ കെനിയൻ ട്രിപ്പിൻ്റെ അവസാന ഡേയ്സിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. നെയ്റോബിയാണ് നെയ്റോബിയിലെ നൈറ്റ്, ലാസ്റ്റ് ഡേ നൈറ്റാണിത്. നെയ്റോബിയിലിതാ എൻ്റെ ജെയിൻ വീലിൽ കയറുകയാണ്. അവിടുത്തെ ഏറ്റവും വലിയ ജെയിൻ വീലാണ്. അതിൽ നമ്മൾ കയറി അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തിരുന്നുകൊണ്ട് നെയ്റോബിയുടെ സിറ്റി ലൈഫ് മൊത്തം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അതിൻ്റെ ആ ഒരു ബ്യൂട്ടി, അതിൻ്റെ നൈറ്റ് വ്യൂ, നൈറ്റ് എൻ്റർടൈൻമെൻറ്റ് ഒക്കെ നമുക്കതിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കൊച്ചു വിശേഷങ്ങളാണ് ഞങ്ങൾ മൂന്നുപേരും കൂടെ പങ്കുവയ്ക്കുകയാണ്. മുകളിലിരുന്ന് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പ്രോപ്പറായി കിട്ടുന്നില്ല. എന്നാലും നമ്മൾ ഒരുപാട് യാത്രകൾ കഴിഞ്ഞ് വന്നുള്ള ലാസ്റ്റ് ഡേ ഒരു എൻജോയ്മെൻറ്റ് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ജെയിൻ വീലിൽ നിന്നൊക്കെ താഴേക്ക് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇപ്പം നമ്മൾ കെനിയൻ ട്രിപ്പിൻ്റെ അവസാന നാളുകൾ, നെക്സ്റ്റ് ഡേ നമ്മൾ തിരിച്ച് ദുബായ്ക്ക് യാത്രയാണ്. കെനിയയിലെ നെയ്റോബിയിൽ ആണ് ഞങ്ങളിപ്പോൾ. അവിടെ നിന്ന് പുറത്തിറങ്ങി. ഇവിടെ ഇപ്പോൾ കുറച്ച് നമുക്ക് ബ്യൂട്ടി സ്പോട്ടുകളൊക്കെ അവിടെ ഉണ്ട്. അവിടെ അതാകണ്ടല്ലേ സീബ്ര, അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് അവിടെ. അത് ഈ ഒരു പർട്ടിക്കുലർ പ്ലേസിന് പറയുന്ന പേര് വെസ്റ്റ് ലാൻഡ് എന്നാണ്. അപ്പം അവിടെ ഞങ്ങൾ രണ്ടുപേരും ഞാനും മോനും കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് അവിടെ കറങ്ങി നോക്കുകയാണ് എവിടെയാണ് സേഫ് പ്ലേസ്. ഫാമിലിയായിട്ട് പോവുകയല്ലേ, ഇപ്പം സേഫ് പ്ലേസൊക്കെ തപ്പുവാണ്. ഒരു പരിചയമില്ലാത്ത ഫസ്റ്റ് ടൈം പോവാണ്. നമ്മൾ ട്രാവൽ പാക്കേജോ അങ്ങനെയൊന്നും എടുത്തല്ല ഞങ്ങൾ പൊതുവേ ട്രാവൽ ടീമിൻ്റെ കൂടെ പോകാറില്ല. പക്ഷേ മക്കൾക്ക് എനിക്ക് സേഫായിട്ട് പോകുന്നത് അതെനിക്കിഷ്ടമാണ്. പക്ഷേ അച്ഛനും മക്കൾക്കും തനിയെ റിസർച്ച് ചെയ്ത് തനിയെ ഓരോ ഹോട്ടൽസ് ആയാലും എല്ലാ പ്ലേസിലും തനിയെ ഹണ്ട് ചെയ്ത് പോകണം, അതാണ് ഇഷ്ടം. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് തന്നെ ഫുഡും ഒക്കെ കഴിക്കുകയാണ്. പിള്ളേർക്കും മോനും അച്ഛനും ഒക്കെ ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ട്. എനിക്കും അത്യാവശ്യം ഇഷ്ടമുള്ളത് തന്നെ എനിക്കും തപ്പിപ്പിടിച്ച് തന്നു. മോനെപ്പോൾ എവിടെ പോയാലും എൻ്റെ ഇഷ്ടം കൂടെ നോക്കിയുള്ള സ്ഥലം നോക്കി തപ്പിപ്പിടിച്ച് തരാറുണ്ട് കേട്ടോ. അങ്ങനെ അതിനിച്ചിരി അവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഫുഡ് കഴിഞ്ഞു. അന്നത്തെ ദിവസവും കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയിലെത്തി കേട്ടോ. അപ്പോൾ അവിടെ ലാസ്റ്റ് നമ്മൾ ഒൺസ് അഗെയിൻ ഹോട്ടലിൽ പറഞ്ഞു വെഡിങ് ആനിവേഴ്സറി ട്രിപ്പായിരുന്നു ഞങ്ങളുടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു കേക്ക് പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ കേക്ക് കട്ടിങ് ആണ്. അപ്പോൾ മോള് UK നിന്ന് ഓൺലൈനിൽ വന്നു. അപ്പോൾ എപ്പോഴും കേക്ക് കട്ടിങ് ടൈമിൽ അവർക്ക് ഒക്കുമെങ്കിൽ കൂടാറുണ്ട്. അതർവൈസ് നമ്മൾ ഓൺലൈനിൽ വന്ന് കേക്ക് കട്ട് ചെയ്യും. അപ്പോൾ 22 മോളുടെ എൻഗേജ്മെൻറ്റ് ഡേയും 22 അപ്പം അത് ഏപ്രിൽ 22 അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എല്ലാ മന്തും ഞങ്ങൾ 22 ഒരു ചെറിയ സെലിബ്രേഷൻ നടത്താറുണ്ട്. വെറുതെ പുറത്ത് പോയി ഫുഡ് കഴിക്കുക, ഒക്കെങ്കിൽ ഒരു ഫിലിം കാണുക. അപ്പോൾ മോളും എൻഗേജ്മെൻറ്റ് 22 സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ കേക്ക് കട്ടിങ് നടക്കുന്നു. ഇപ്പം ഓൺലൈനിൽ കൂടെ കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്ന ഷോട്ടുകളാണ് നടക്കുകയാണ്. ആദ്യം എനിക്ക് തന്നു, പിന്നെ മക്കൾക്ക് കൊടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ്. അങ്ങനെ അന്നത്തെ കേക്ക് കട്ടിങ്ങോടുകൂടി നമ്മുടെ കെനിയൻ ട്രിപ്പ് ഇവിടെ അവസാനിക്കും. ഒരു ഹാപ്പി. കുറച്ച് നാളായിട്ട് കെനിയൻ ട്രിപ്പിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു വർഷങ്ങൾ പിടിച്ചു എന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവർക്കും ബോറടിക്കില്ലേ? നമ്മളൊരു സെലിബ്രിറ്റി ആണെങ്കിൽ വീഡിയോ കാണാൻ ആൾ കാണും, അപ്പം ബോറടിക്കും. പക്ഷേ ഈ നല്ല നിമിഷങ്ങൾ ഫോണിൽ നിന്ന് മിസ്സാവാതെ ഇരിക്കാനും കൂടി വേണ്ടിയാണ് യൂട്യൂബിൽ ഇടുന്നത്, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ. അപ്പം കേക്ക് മോനും മോക്കും മരുമകൻ എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. മോന് 2 ആൺമക്കൾക്കും മോക്കും അച്ഛൻ കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു.